അല്ല, കമൽ സാർ നേരത്തെ പറഞ്ഞ ആ കൃഷ്ണസങ്കല്പം ഇവിടെ വളരെയധികം പ്രസക്തമാണ്. ഈ ലളിതഗാനങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും കേളി മുരളികയിൽ വൃന്ദാവന മൃദു സാരംഗമായി വ്രീളാലോലയായി എന്നൊക്കെ പറഞ്ഞ് രാധയെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. അപ്പൊ ആ രീതിയിൽ ഗിരീഷേട്ടന് പെട്ടെന്ന്, അതുപോലെ ഭക്തിഗാന ഒരു ആൽബം രാവിലെ ഒരു 10 മണിക്ക് ഗിരീഷേട്ടൻ്റെ വീട്ടിലിരിക്കുകയാണ്, വൈകുന്നേരം 8 മണിയാകുമ്പോഴത്തേക്കും 10 പാട്ടും കഴിഞ്ഞു. ആ രീതിയിലാണ് അത്. എൻ്റെ ഒരു എന്തെങ്കിലും അതല്ല, ഗിരീഷേട്ടൻ്റെയാണ്. ഗിരീഷേട്ടൻ പെട്ടെന്ന് എഴുതുന്നുള്ളതാണ്, വളരെ നിമിഷ നേരം കൊണ്ട് ഇതൊക്കെ എഴുതി കഴിയുന്നുണ്ട്. ഭക്തിഗാനത്തിന് അങ്ങനെ റെഫറൻസുകളുടെ ഒന്നും ആവശ്യകതകളൊന്നും ഇല്ല. അത് ഗിരീഷേട്ടന് നോട്ട്സ് ഉണ്ട്. അതാണ് ഗിരീഷേട്ടൻ്റെ ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അതൊന്നും എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ടായിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും എനിക്കും നോട്ട്സ് ഉണ്ട് ഇഷ്ടം പോലെ. ഓരോ മ്യൂസിക് കമ്പോസേഴ്സ് എങ്ങനെയാണ് അവർ ഓരോ ഗാനങ്ങൾ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ പിന്നിൽ എന്താണ് എന്നൊക്കെ ഉള്ളത് ഞാൻ നോട്ട് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഗിരീഷേട്ടനെ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഗിരീഷേട്ടൻ ആ കാലത്തെ സാഹിത്യം അത് എവിടെ നിൽക്കുന്നു, അതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് ഓരോ ചിലപ്പോൾ ഒരു നോവലിൻ്റെ ഒരു വരിയായിരിക്കും, അത് ഒക്കെ നോട്ടായിട്ട് എഴുതി വെച്ചിട്ട് അതൊക്കെ പാട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പല രീതിയിൽ. അപ്പോൾ ആപ്ലിക്കേഷനാണ് അത്. ഗിരീഷേട്ടൻ അത് ഒരു ആപ്ലിക്കേഷൻ മെത്തേഡാണ്. അത് വലിയൊരു കാര്യമാണ്. ഇതിന്റെ വിഷ്വലുകളെ കുറിച്ച് അദ്ദേഹം എപ്പോഴെങ്കിലും ചിന്തിക്കുകയോ ചോദിക്കുകയോ ചെയ്തിട്ടുണ്ട് ഒരു സംവിധായകനോട്? ചില പാട്ടുകൾ ചോദിക്കാറുണ്ട്, ഇതെന്താ ഇതിന്റെ വിഷ്വൽ ചെയ്യാൻ പോകുന്നത് ചോദിക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ കഥ പറയുമ്പോൾ തന്നെ സോങ് സിറ്റുവേഷൻ പറയുമല്ലോ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മനസ്സിലുള്ള ഡയറക്ടർ മനസ്സിലുള്ള വിഷ്വൽസ് നമ്മൾ അപ്പോൾ തന്നെ പറയാറുണ്ട്. അത് പിന്നീട് സംശയങ്ങളുണ്ടെങ്കിൽ ഗിരീഷ് വന്ന് കമൽ സാർ പറയുമ്പോൾ മിക്കവാറും സിനിമ കണ്ട പോലെ തന്നെ ഉണ്ടോ അതേപോലെ പറയും. അല്ല, ഡീറ്റെയിൽ ആയിട്ട് വിഷ്വൽസ് പറയാറുണ്ട്. അല്ല, ഇപ്പം ഈ പുഴയും കടന്നില് ഈ പാതിര പുള്ളുണർന്നു എന്നുള്ള പാട്ട് ആ പടത്തിന്റെ ക്ലൈമാക്സിൽ വന്ന് മുട്ടുന്ന പാട്ടാണ്. അത് ആദ്യം അവരുടെ പ്രണയമായിട്ട് കാണിക്കുന്നു എങ്കിലും ആ സിനിമ തീരുമ്പം ഒരു പാടത്തേക്ക് പോയും അവിടുന്ന് ഒരു പാട്ടാ കേൾക്കുന്നത്. അങ്ങനെയുള്ളൊരു പ്രസക്തി ആ സമയത്ത് പറയുന്നുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൂടി ഉണ്ട്. നമ്മൾ കാത്തിരിക്കുന്നു, അപ്പോൾ ഈ പാട്ടാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ വേറൊരു പാട്ട് യാത്രയായി സൂര്യാങ്കരം, അത് നിറത്തിലെ അതിന്റെ ലിറിക്സ്, അയ്യോ. ഗിരീഷേട്ടൻ വരികൾ എഴുതിയതിന് ശേഷം ആ വരികൾ കണ്ടിട്ട് വിഷ്വൽ തോന്നുന്നത് അങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ. അങ്ങനെ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ കാക്കക്കറമ്പൻ എന്നുള്ള പാട്ട് അങ്ങനെയായിരുന്നു. ഞാനത് എങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ എനിക്ക് അറിയില്ലായിരുന്നു. അത് ലിറിക്ക് വന്നതിന് ശേഷമാണ്. ലിറിക്ക് വന്നതിന് ശേഷം ചില പാട്ടുകളുടെ ആദ്യത്തെ വരികൾ സിനിമക്ക് പേര് വരിയിട്ടുണ്ടെന്ന്, എത്രയോ സിനിമയുടെ പേരായിട്ട് പിന്നീട് അത് മാറുന്നുണ്ട്. ഗിരീഷേട്ടന്റെ ഓർമ്മകളെ കുറിച്ച് ഇപ്പം സജീവ രാഷ്ട്രീയത്തിലുമുള്ള വളരെ പ്രിയപ്പെട്ട ഗായിക ദലീമ. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് വളരെയധികം കടപ്പാടും ഉള്ളതാണ്. ഒരു സംഗീത ലോകത്ത് ഞാൻ മദ്രാസിൽ ഗിരീഷ് സാറിനെ കാണുന്നത് തന്നെ പിന്നെ ഒരു പക്ഷേ നീ വരുവോളത്തിൽ പാട്ട് പാടാൻ അവിടെ മദ്രാസിൽ ചെല്ലുമ്പോഴാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ വരികളായിരുന്നു നീ വരുവോളം. ജോൺസൺ മാസ്റ്റർ മ്യൂസിക് ചെയ്തിട്ട് ഈ തെന്നലും തിങ്കളും എന്നുള്ള പാട്ട്. അതിന് ഗിരീഷ് പുത്തഞ്ചേരി സാർ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നീ മദ്രാസ് വരെ വരണം, ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം, അപ്പോൾ അടുത്തൊരു സിനിമയിൽ നിനക്കൊരു പാട്ട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി. ഞങ്ങൾ മദ്രാസിൽ ചെന്നു. എന്നെ കൊണ്ടുപോയി കമൽ സാറിനെ പരിചയപ്പെടുത്തി, വിദ്യാസാഗർ സാറിനെ പരിചയപ്പെടുത്തി. അങ്ങനെയാണ് എനിക്ക് കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത് എന്ന സിനിമയിൽ മറ്റേ മഞ്ഞുമാസ പക്ഷി എന്നുള്ള പാട്ട് എനിക്ക് കിട്ടുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി സാറാണ് അതിൻ്റെ ശരിക്കും എനിക്ക് വേണ്ടി പ്രവർത്തിച്ചത്. സാറിൻ്റെ പാട്ടിൽ എനിക്ക് ഞാൻ പാടിയ പാട്ടുകളൊക്കെ എനിക്ക് വലിയ ജീവനാണ്. മഞ്ഞുമാസ പക്ഷിയും ഈ തന്നലും ഒക്കെ എനിക്ക് വലിയ ജീവൻ തന്നെയാണ്. പക്ഷെ എനിക്ക് ശോകഗാനങ്ങളോട് വലിയ ഇഷ്ടമാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ എപ്പോഴും മുളി നടക്കുന്നൊരു പാട്ടുണ്ട്, അത് ഞാൻ ഒരു 2 വരി പാടാം. മനസ്സിൻ മണിച്ചിമിഴിൽ വെറുതെ പെയ്തു നിറയും രാത്രി മഴയായി ഓർമ്മകൾ മനസ്സിൻ മണി ചിമിഴിൽ. അതിൻ്റെ വരികൾ മാഞ്ഞു പോകും ഈ രാവും, നിറസന്ധ്യ നേർക്കും ഈ രാവും, എന്തെല്ലാം അതിൻ്റെ വരികളൊക്കെ കേട്ട് ഇത്ര മനോഹരമാണ്. എനിക്ക് അത് തന്നെയല്ല എത്രയോ പാട്ടുകൾ, ഓരോ പാട്ടും
അതിമനോഹരം എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും ജനകീയമായ ആദ്യത്തെ പാട്ട് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞാല് ശാന്തമീ രാത്രിയിൽ എന്ന് പറയുന്ന പാട്ടാണ്. ജോണി വാക്കർ എന്ന് പറയുന്ന ജയരാജ് സാറിന്റെ സിനിമയിലെ ശാന്തമീ രാത്രിയിൽ എന്ന് പറയുന്ന പാട്ടാണ് ആദ്യം ഏറ്റവും ഹിറ്റായിട്ട് വരുന്നൊരു പാട്ട്. അതിന്റെ വരികളുമൊക്കെ ഒരു ഫസ്റ്റ് പാട്ടാണെങ്കിൽ ഇപ്പൊ എടുക്കുമ്പോഴും ആ പാട്ടും ഇപ്പോഴും വളരെ ഹിറ്റായിട്ടുള്ളൊരു പാട്ടാണ്. SP വെങ്കടേഷ് സാറുമായിട്ടുള്ള കോമ്പിനേഷനിൽ ഒരുപാട് ഇതുപോലത്തുള്ള വളരെ ബ്യൂട്ടിഫുൾ സോങ്സ് ഉണ്ടായിട്ടുണ്ട്. അതില് SP വെങ്കടേഷ് സാറിനെ നമുക്ക് ലിറിക്കിൽ പോലും കാണാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. സുജാ ചേച്ചി പാട്ടിൽ ഇപ്പം മിന്നാരം ഒരു വല്ലം പൊന്നും പോകും എന്നുള്ള എനിക്ക് അതിൽ കുക്കുക്കേ ഉള്ളൂ. എനിക്ക് കുക്കുക്കേ ഉള്ളൂ. സുജാ ചേച്ചിക്ക് അങ്ങനെ കുറെ അത് പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ കുക്കു ഒരുപാട് പാട്ടുകാരെ നോക്കിയിട്ട് കിട്ടാതെ അല്ല കേട്ടോ പാട്ടും പാടി കളിയാടാൻ വന്നു ഡാൻസ് കളിക്കുന്നുണ്ട്. 1 കോടി പൊന്നും പോകും കണി കാണാൻ വേണ്ടല്ലോ പറഞ്ഞിട്ട് ഒരു വിപ്ലവം ഉണ്ട് ലാസ്റ്റ് 4 വരി. അത് വെച്ചിട്ടാ പഠിക്കുന്നത്. എനിക്ക് ഒരു കുക്കു പണി കിട്ടിയിട്ടുണ്ട്. ആലിസ് ഇൻ വണ്ടർലാൻഡ് എന്നൊരു മൂവി ഉണ്ടായിരുന്നു സാറിന്റെ മൂവിയിൽ. ആദ്യത്തെ കുറുകും കുയില് ഇത് എന്ത് ചെയ്താ എനിക്ക് വരില്ല. അങ്ങനെ ഒരു പാട്ട് ശരിയാ. അപ്പൊ അതിങ്ങനെ പ്രാക്ടീസ് പോലെ നീ പാടിക്കോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ പ്രാവശ്യം പാടിയിട്ട് അതിനകത്ത് നല്ല ടേക്ക് നോക്കി എടുത്തു വെച്ചു. എനിക്ക് അങ്ങനെ അത് ആദ്യം ഒരു കുറെ ബാക്കിയുള്ളതെല്ലാം നോർമലാണ്. പക്ഷെ അത് വരുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ കാക്കാട്ടിലെ കൂക്കൂട്ടിലെ പാപ്പാത്തിയെ വാ പൂപ്പാട്ടിലെ അങ്ങനെ പറക്കം തെളിക എന്ന് പറയുന്ന ഔസേപ്പച്ചൻ സാറിന്റെ. പിന്നെ ഇത് SP വെങ്കടേഷ് സാറിന്റെ ഈ പേര് പറയുമ്പോൾ നമ്മള് അക്കരെ നിൽക്കുന്ന ചക്കരമാവിൽ മുത്തണി മണിയിലൊക്കെ ഇങ്ങനെ കെട്ടിയ ചെറിയ മണികൾ എന്നും പറഞ്ഞിട്ട് ഒരു അത് ഭയങ്കര പാട്ടാ. അതവിടെ പാടി എത്തിക്കുക എന്ന് പറയുന്നത്. ഈവൻ CID മ്യൂസിലെ സോങ് ആണല്ലോ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട പാട്ടാണ്. കാടിറങ്ങി. അതെ കാടിറങ്ങി ഓടി വരും ഒരു മൂടനായ കാട്ടുകടുവയെ വേട്ടയാടിയാടി ഇതുവഴി വാ. അത് കഴിഞ്ഞ് വന്ന അവസാനമാകുമ്പോഴത്തേക്ക് പിന്നെ ഒട്ടുമില്ല പാടാൻ. അത്രയും ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ ശ്വാസമില്ലാത്ത അവസ്ഥയാണ്. എനിക്ക് സങ്കടമായിട്ടുള്ളൊരു പാട്ടായിരുന്നു ഒരു കാരണം തിയേറ്ററിൽ കാണാൻ പോയപ്പോൾ ആരും എന്റെ പാട്ട് കേൾക്കണില്ല. എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു. കാരണം ആ സിറ്റുവേഷൻ അങ്ങനത്തെ കൊച്ചിനെ എനിഫൊക്കെയും അല്ലെങ്കിൽ അശോകേട്ടനും എല്ലാവരും കൂടെ ഒരു ഭയങ്കര ഒരു കോമഡി സീക്വൻസ് ആണല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് ആ കാർത്തികൊക്കെ പറയായിരുന്നു ആ സംഗതിയൊക്കെ നീ എപ്പിടി പാടിടാന്നുള്ളത് ചോദിച്ചു. ഭയങ്കര ഡിഫിക്കൽട്ട് സോങ്. അത് പല്ലവി മാത്രമേ ഉള്ളൂ. പക്ഷെ അനുപല്ലവിയും ചരണം നോർമൽ ഇതാണ്. നിങ്ങളുടെ വേറെ പാട്ടുകളും പാടിയിട്ടില്ലേ? തൊട്ടുരുമിയിരിക്കാൻ പാടിയിട്ടുണ്ട്. ആലിസ് ഇൻ വണ്ടർലാൻഡ് ഇതൊക്കെയാണ് മെയിൻ പാടി. പൗരൻ എന്നൊരു മൂവി രഘുവേട്ടന്റെ പാടിയിരുന്നു. പിന്നെ ശ്രീറാം മ്യൂസിക് ചെയ്തിട്ട് മേൽവിലാസം ശരിയാണെന്ന് പറഞ്ഞിട്ട് ആഴംപൂവി എന്നൊരു പാട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ നക്ഷത്രം എന്നൊരു സോങ് ആദ്യം, അതാണ് ഫസ്റ്റ് ഞാൻ ഈ 2ാം ഭാവം എന്നുള്ള മൂവിക്ക് വേണ്ടിട്ട്. നല്ല പാട്ട്. അമ്മ നക്ഷത്രമേ അമ്മ നക്ഷത്രമേ അമ്മ നക്ഷത്രമേ നിന്നെ വെടിഞ്ഞേതു കടലിലേക്കാണു ഞാൻ യാത്ര പോവേണ്ടു. അമ്മ നക്ഷത്രമേ അമ്മ നക്ഷത്രമേ സ്വയമുരുകി നീറുന്ന സൂര്യനായി നാളെയും സ്വയമുരുകി നീറുന്ന സൂര്യനായി നാളെയും ഭൂമി തന്നേറുകയിൽ നിന്നു പൊള്ളാൻ കണ്ണുനീർ മേഘം കുടിച്ചുവറ്റാൻ അമ്മ നക്ഷത്രമേ അമ്മ നക്ഷത്രമേ. ഗിരീഷ് പുത്തഞ്ചേരി എന്ന അതുല്യനായ എഴുത്തുകാരനെ കുറിച്ച് മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകൻ മധു ബാലകൃഷ്ണൻ. ഗൃഹാതുരത്വം ഉണർത്തുന്ന അനേകം ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച് നേരത്തെ നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞ ഗിരീഷ് പുത്തഞ്ചേരി. എനിക്ക് അദ്ദേഹത്തിൻ്റെ കുറച്ച് ഗാനങ്ങൾ പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ പാട്ടുകളും അദ്ദേഹം സംഗീതം ചെയ്തിട്ടുള്ള പാട്ടുകളും പാടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പാടിയ പാട്ടുകളിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് രാവേറിയായി പൂവേ എന്ന ഗാനം അദ്ദേഹം എഴുതിയ പാട്ടാണ്. അദ്ദേഹം നല്ലൊരു ഗായകൻ കൂടിയായതിനാൽ അദ്ദേഹത്തിന് കറക്റ്റ് മീറ്ററിൽ കറക്റ്റ് അളവിൽ പാട്ടെഴുതാനുള്ള ഒരു പ്രത്യേക കഴിവ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു പാട്ട് എഴുതി തീർക്കാനുള്ള ഒരു കഴിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു.
ആ പെട്ടെന്ന് എഴുതുകയാണെങ്കിൽ തന്നെ അത് വളരെ ഏറെ അർത്ഥവത്തായതും ആഴമേറിയ വരികളായിരുന്നു അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. നമുക്ക് തീരാ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ഈ നേരത്തെയുള്ള വിയോഗം. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ എൻ്റെ പ്രണാമം. ഓർമ്മയിലെന്നും